നമ്മളെ പോർഷൻ ട്രാക്കറിനകത്ത് ഇന്ന് ഒരു പ്രവർത്തനവും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് നമ്മളെ ടീച്ചേഴ്സ് അറിയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ കുറച്ച് നെറ്റ്വർക്ക് എറേഴ്സും അല്ലെങ്കിൽ ബാഡ് റിക്വസ്റ്റ് എന്ന് കാണുന്ന രീതിയിൽ എറേഴ്സ് ഒക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേയധികം ടീച്ചേഴ്സിന് അതുകൊണ്ട് തന്നെ ഇന്ന് പോർഷൻ ട്രാക്കറിൽ അംഗൻവാടി തുറന്നു എന്ന് തന്നെ കാണിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഈ സാഹചര്യം നിലവിൽ വരുന്നത് പോർഷൻ ട്രാക്കറിലെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പുതിയൊരു അപ്ഡേഷൻ വരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലുള്ള എറേഴ്സ് ഒക്കെ വരുന്നത്. എത്രത്തോളം എറേഴ്സ് വന്നു കഴിഞ്ഞാലും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ തടസ്സം വരാതെ നമുക്ക് പോർഷൻ ട്രാക്കറിലെ മറ്റു ഭാഗങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് കാര്യങ്ങൾ നടത്താൻ സാധിക്കും. അതായത് നമ്മൾ ഇന്ന് FRSന്റെ പുറകിലാണ്. അതായത് മുഴുവൻ ഗുണഭോക്താക്കളെയും ഈ മാസത്തിനകം തന്നെ നമുക്ക് 2 way ഓതന്റിക്കേഷൻ പൂർത്തിയാക്കണം. അതൊരു അജണ്ട ആയതുകൊണ്ട്, അല്ലെങ്കിൽ അതൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ നിരന്തരം അതിന് പ്രയത്നിക്കുന്നുണ്ട്. എന്നാൽ പോർഷൻ ട്രാക്കിൽ വരുന്ന ഈ തടസ്സങ്ങളൊക്കെ തരണം ചെയ്യാൻ നമുക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. നമ്മളൊരു ടീച്ചർ ഈ സമയത്തിൽ നമ്മളെ വിളിച്ച് അന്വേഷിച്ചതാണ്. നമ്മൾ ഒരു FRS ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗുണഭോക്താവ് പിഞ്ചു കുഞ്ഞുമായി അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട്. അവർക്ക് FRS ചെയ്യണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വന്നത്. ആ സമയം പോർഷൻ ട്രാക്കർ വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ് ടീച്ചർ പറഞ്ഞത്. ആ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: പോർഷൻ ട്രാക്കർ എന്ന് പറയുന്ന അംഗൻവാടി വർക്ക് ലോഗിൻ മാത്രമാണ് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത്. അത് ഓപ്പൺ ചെയ്യാനോ അംഗൻവാടിയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ളൂ. എന്നാൽ FRS നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അതിന് നിങ്ങൾ ഇനി പറയുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് FRSും KYCയും ഒരു തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതിന് ടീച്ചർമാർ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോവാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ തടസ്സങ്ങളില്ലാത്ത ഭാഗം ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കി ആ ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ടീച്ചർമാർ മനസ്സിലാക്കിയെടുക്കുക. പെൻഡിംഗ് ഉള്ള മുഴുവൻ 2 way ഓതന്റിക്കേഷനും പൂർത്തിയാക്കുക. അതിന് കൃത്യമായി ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക. നമ്മൾ പോർഷൻ ട്രാക്കർ തുറക്കുന്ന സമയം ഇതുപോലുള്ള ബാഡ് റിക്വസ്റ്റുകളും നെറ്റ്വർക്ക് എറർ എന്നുള്ള മെസ്സേജുകളൊക്കെയാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ നമ്മളെ ടീച്ചർ ആദ്യം ചെയ്യേണ്ടത്, നമ്മളെ പോർഷൻ ട്രാക്കർ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അതായത് അതിൻ്റെ ഐക്കൺ കാണും നമ്മുടെ ഫോണിനകത്ത്, ആ ഭാഗത്തൊന്ന് ലോങ് പ്രസ് ചെയ്ത് ഇവിടെ ആപ്പ് ഇൻഫോ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് ക്ലിയർ ഡാറ്റ, ക്ലിയർ ക്യാഷ് എന്ന് കാണും. അതെല്ലാം ക്ലിയർ ചെയ്ത് വിടുക. അത്തരത്തിൽ ക്ലിയർ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്തരത്തിൽ 3 ലോഗിനുകൾ കാണാൻ സാധിക്കും. ഇവിടെ വർക്കർ ലോഗിൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാതെ ബെനിഫിഷ്യറി എന്നുള്ള ആ ടാബിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഒരു തടസ്സങ്ങളില്ലാതെ നമുക്ക് അടുത്ത പേജിലോട്ട് എത്താൻ സാധിക്കും. ഇവിടെ നിന്ന് ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പർ നമ്മൾ ചോദിച്ച് ആ നമ്പർ എൻ്റർ ചെയ്ത് അവിടെ റിക്വസ്റ്റ് OTP എന്ന് കാണുന്നില്ലേ, ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ OTP വരും. ഗുണഭോക്താവിൻ്റെ OTP വാങ്ങി ഇവിടെ എൻ്റർ ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിന്ന് കംപ്ലീറ്റ് KYC എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ KYC പൂർത്തിയാക്കാൻ സാധിക്കും. അതെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ ഫോട്ടോ എടുക്കേണ്ടത് നിങ്ങൾക്കറിയാം, എങ്ങനെയാണ് ഫോട്ടോ വെരിഫിക്കേഷൻ നടത്തേണ്ടത് എന്നുള്ളതൊക്കെ. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ വിശദീകരിക്കുന്നില്ല. ഇതെല്ലാം ആവർത്തിച്ച് ഒരുപാട് സെഷനുകൾ വിവരിച്ചിട്ടുള്ളതാണ്. അതെല്ലാം റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് പോർഷൻ ട്രാക്കറിലെ അംഗൻവാടി പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അംഗൻവാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന 2 way ഓതന്റിക്കേഷൻ ഇത് പ്രകാരം പൂർത്തിയാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഗുണഭോക്താവിനെയും നമ്മൾ അംഗൻവാടിയിൽ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ അല്ലെങ്കിൽ തിരികെ പറഞ്ഞയക്കാതെ കംപ്ലീറ്റ് ആയിട്ട് അവരെ 100% ഇപ്പോൾ പൂർത്തിയാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.